കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിന് പല്ലുപോയതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. പ്രതിപക്ഷത്തിന് പല്ല് മുളച്ചിട്ടില്ല. പക്ഷേ പ്രതിപക്ഷത്തിന് ൻ്റെ ദാരിദ്ര്യം കേരളത്തിലില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഭരണപക്ഷത്ത് തന്നെ ഗംഭീരമായിട്ടുള്ള തമ്മിലടി ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷമില്ല എന്ന പരാതി തീർത്തു കൊടുക്കാനായിട്ട് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ യുവജനങ്ങളാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നത്. ഭരണം എങ്ങനെ നടക്കണം എന്നുള്ളത് യുവജനങ്ങൾ തീരുമാനിക്കും. കാരണം യുവജനങ്ങളാണ് സമൂഹത്തിൻ്റെ ശക്തി, അവരുടെ ഭാവി അവരാണ്. അപ്പം അതുകൊണ്ട് ഈ കഴിഞ്ഞ തവണ പിണറായി വിജയനെതിരായിട്ട് നടന്ന സമരങ്ങളിൽ മുന്നിൽ നിന്നവർ, തല്ലുകൊണ്ടവർ, ജയിലിൽ പോയവർ ഒക്കെ ഞങ്ങളായതുകൊണ്ട് എങ്ങനെ ഭരണം നടക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരോരോ പ്രസ്താവനകൾ ഇറക്കി. ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ നിയമിക്കണം, പിന്നെ അഡ്വക്കേറ്റുമാരെ എങ്ങനെ നിയമിക്കണം, അങ്ങനെയുള്ള പല വിഷയങ്ങളിലും അവർ ശക്തമായ അഭിപ്രായം പറയാൻ തുടങ്ങി. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഫയലുകൾ വരുന്നതനുസരിച്ച് കാര്യങ്ങൾ വേഗം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നിയമനങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊന്നാണ് ഈ ശേഷാദ്രിനാഥൻ എന്ന് പറയുന്ന ഒരാളെ. അദ്ദേഹം ദീർഘകാലം ജഡ്ജിയായിരുന്ന ആളാണ്. പഠിക്കുന്ന കാലത്ത് എന്തോ സംഘടനയിൽ പ്രവർത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒരു കാരണവശാലും ശേഷാദ്രിനാഥന് നിയമനം കൊടുക്കാൻ പാടില്ല എന്നൊരു തീട്ടൂരം കോഴിക്കോട്ട് നിന്നുണ്ടായി. കാരണം കോഴിക്കോട്ട് പണ്ട് യുവജന പ്രസ്ഥാനത്തിലും KSUയിലും ഒക്കെ ഉണ്ടായിരുന്ന നമ്മളൊരു സുഹൃത്ത്, അദ്ദേഹം നോക്കുമ്പോൾ ഈ ശേഷാദ്രിനാഥൻ തൻ്റെ കൂടെ പണ്ട് പഠിച്ച സമയത്ത് അയാൾ SFIയിലോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു. അതുകൊണ്ട് ഈ 40-45 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ഇങ്ങനൊരു പദവി കൊടുക്കും, ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്നൊരു തീട്ടൂരം അദ്ദേഹം ഇറക്കി. പക്ഷേ ശേഷാദ്രിനാഥന് പദവി കിട്ടി. കേരളത്തിൽ പതിവ് പോലെ ആരാണെങ്കിലും ശരി, ഏത് പദവിയിൽ വന്നു കഴിഞ്ഞാലും ശരി, ഉടനടി നമുക്കിഷ്ടമില്ലാത്ത ആളുകളെ ഒരു മുദ്രയടിക്കുന്നൊരു രീതിയുണ്ട്. അങ്ങനെ അദ്ദേഹവും മുദ്രയടിക്കപ്പെട്ടു. അദ്ദേഹം സംഖ്യയാണ് എന്ന് മുദ്രയടിക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞാൻ എൻ്റെ ചുമതല നിർവഹിക്കുന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം പുതിയ ചില അഡ്വക്കേറ്റുമാരെയൊക്കെ നിയമിച്ച സമയത്തും ഇതേ തരത്തിലുള്ള ആരോപണങ്ങൾ വരികയാണ്. ഇപ്പോൾ കേരളത്തിലൊരു വലിയ പ്രശ്നം, ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭരണത്തിന് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അതിലേക്ക് നിയമിക്കുന്നതിന് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒരു സാധ്യതയില്ലെങ്കിൽ, അവർക്കത് പറ്റുന്നില്ലേ, പിന്നെ എങ്ങനെ ആര് ഭരിക്കും? ഈ എങ്ങനെ ഭരിക്കണം എന്നുള്ളത് നാട്ടിലെല്ലാം കൂടി ചേർന്ന് റഫറൻഡം നടത്തി ഭരിക്കാൻ കഴിയില്ലല്ലോ. ഭരണം നടത്തുന്നത് ആരാണോ ഭരണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയ ആളുകൾ, അവർ ഭരിക്കണം. ഇപ്പം വലിയ തോതിലുള്ള പ്രത്യാരോപണങ്ങളാണ് വരുന്നത്. KSUവിൻ്റെ നേതാവിനെ മുഖ്യമന്ത്രി കാണാൻ വിസമ്മതിച്ചു. ഹിന്ദു ഐക്യവേദിയുടെ നേതാവിനെ കൊടുത്ത ആനുകൂല്യമെങ്കിലും ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ തന്നെ വക്താക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് TV മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? KSU മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കണമെങ്കിൽ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള സംവിധാനത്തിലൂടെ ചെയ്യാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. ഇത്തരം വിഷയങ്ങൾ ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. ഹിന്ദു ഐക്യവേദി കേരളത്തിലുള്ള കൂട്ടരാണ്. ഹിന്ദു ഐക്യവേദി നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി അവരുടെ സമയമുണ്ട്. മുഖ്യമന്ത്രിയെ പൊതുസമൂഹത്തിലുള്ള ആളുകൾ കാണുന്നതിനൊരു സമയമുണ്ട്. ആ സമയത്ത് ഇനി ശശികലയല്ല, ഏത് കല വന്നു കഴിഞ്ഞാലും മുഖ്യമന്ത്രിക്ക് നോ എന്നൊന്നും പറയാൻ കഴിയില്ല. അവരാരോ വന്നു, ഏതോ കടലാസൊക്കെ കൊടുത്തു പോയി. അപ്പോൾ ഈ തരത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ചില സംവിധാനങ്ങൾ, ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ മുഖ്യമന്ത്രി ആയാലും ശരി, മറ്റു മന്ത്രിമാരായാലും ശരി, നാട്ടിലുള്ള ജനങ്ങളെ കാണാൻ ഒരു ബാധ്യസ്ഥരാണ്. ആരെ കാണണം, ആരെ കാണരുത്, എങ്ങനെ ഭരിക്കണം, എങ്ങനെ ഭരിക്കരുത് എന്നെല്ലാം ഓരോ ദിവസവും രാവിലെ ഓരോ സംഘടനക്കാർ വന്നിട്ട് തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അവസ്ഥ എങ്ങോട്ട് പോകും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഭരണകൂടവും അതുപോലെ സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ബന്ധങ്ങൾ നടപ്പിലാക്കേണ്ടത്, ബന്ധങ്ങൾ പരിശോധിക്കേണ്ടത്, തർക്കങ്ങൾ തീർക്കേണ്ടത് രണ്ട് സംവിധാനം വഴിയാണ്. ഒന്ന്, കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് ഒരാൾ വേണം. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഏതോ മന്ത്രിപ്പണിയായിട്ട് പോകുന്നു, അദ്ദേഹത്തിന് ആഫീസ് വന്നിരിക്കാൻ നേരമില്ല. ഉപാധ്യക്ഷന്മാർ അവർക്കും നേരമില്ല. പിന്നെ ഒരു വഴിയുള്ള UDF സംവിധാനമാണ്. UDFൻ്റെ ചെയർമാൻ, കൺവീനർ, അദ്ദേഹം ഈ നാട്ടിലെവിടെയും കാണാത്തൊരു അവസ്ഥയിലാണ്. അടൂർ പ്രകാശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ നാട്ടിലുണ്ടോ, ഇനി ഡൽഹിയിലാണ്, വിദേശത്താണോ, ആർക്കും അറിയില്ല. അദ്ദേഹം UDFൻ്റെ മീറ്റിംഗ് നടക്കാറില്ല. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ UDFൻ്റെ കൂടിയാലോചന നടക്കുന്നില്ല.
കോൺഗ്രസും ലീഡർഷിപ്പും ഭരണകൂടവും തമ്മിൽ കൂടിയാലോചന നടക്കുന്നില്ല. മുഖ്യമന്ത്രി പിന്നെ ആളുകളെ കാണുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും അങ്ങനെ ആകുന്നു. ആ നിലയിൽ സത്യത്തിൽ ഒരു സർക്കാർ വന്ന് 2 മാസം കൊണ്ട് എങ്ങനെയൊക്കെ സർക്കാരിനെ ഒരുമാതിരി പിന്നെ വിഷപ്പത്തിൽ എത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രതിപക്ഷമില്ലെങ്കിൽ ശരി, പ്രതിപക്ഷമില്ലെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ചുമതലകൾ നിറവേറ്റാനായിട്ട് ധാരാളം ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ സർക്കാരിനെ ജനങ്ങൾ പിന്നെ കൽപ്പാന്തകാലത്തേക്കൊന്നും തിരഞ്ഞെടുത്തതല്ല. ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് ഉണ്ടാക്കും എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഈ സർക്കാരിന് 100-ലേറെ സീറ്റുകൾ നൽകി അവരെ വിജയിപ്പിച്ചു കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ സർക്കാർ നടത്തേണ്ടത്. പക്ഷേ തമ്മിലടിയും തൊഴുത്തിൽ കുത്തുമാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ ഭരണമുന്നണിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ തീർച്ചയായും അത് അധികം വൈകാതെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കും. പ്രതിപക്ഷം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഭരണപക്ഷം പ്രതിപക്ഷമായാൽ തമ്മിലടി വല്ലാതെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ മുമ്പത്തെ പല സർക്കാരുകളുടെയും അവസ്ഥ ഇതായിരുന്നു. ആൻ്റണി 2001 അധികാരത്തിൽ വന്നു. ആൻ്റണി അധികാരത്തിൽ വന്നു, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. ആൻ്റണി തന്നെ കഴിഞ്ഞ തവണ അത് പറഞ്ഞു. സതീശൻ വന്ന സമയത്ത് ആൻ്റണി അദ്ദേഹത്തെ ഉപദേശിച്ചത് 2001 അനുഭവങ്ങൾ ഓർക്കണം. കാരണം 2004 ആയപ്പോഴേക്കും ആൻ്റണി ഇവിടുന്ന് ഓടേണ്ടി വന്നു. മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പും തോറ്റ് നേരെ ഡൽഹിയിൽ പോയിട്ട് കേരള ഹൗസിൽ കുത്തിയിരിക്കുന്നതൊക്കെ ആൻ്റണി. കാരണം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി. പിന്നീട് അദ്ദേഹം കേരളത്തിൽ ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹം കേരളത്തിൽ തിരിച്ചു വന്നെങ്കിലും രാഷ്ട്രീയത്തിൽ വളരെ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? ഈ തമ്മിലടയും തൊഴുത്തിൽ കുത്തുമാണ് അന്ന് ഈ കോൺഗ്രസിനെ ഈ ലെവലിൽ എത്തിച്ചത്. തീർച്ചയായും അതിൻ്റെ ഒരു പുതിയ ആരംഭം തുടങ്ങിയാണ്. 2004 ആൻ്റണി നേരിട്ടത് 2026 സതീശനെതിരായിട്ട് വരികയാണ്. അതിന് പിന്നിൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഉമ്മൻചാണ്ടിയെ പോലെ ആളുകളുടെ പേരാണ് ആൻ്റണിക്കെതിരായിട്ടുള്ള ഈ മുന്നേറ്റത്തിന് പിന്നിൽ പറഞ്ഞതെങ്കിൽ ഇന്നിപ്പോൾ കെ.സി. വേണുഗോപാലിൻ്റെ പേരാണ് പറയുന്നത്. കെ.സി. വേണുഗോപാൽ കേരളത്തിലെ സർക്കാരിനെ പിന്നിൽ നിന്ന് ശ്വാസം മുട്ടിക്കുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് സത്യത്തിൽ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, കേരളത്തിൽ ആരെ കൊണ്ട് ഭരിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് കൂടി മറുപടി പറയേണ്ടതായിട്ട് വരും. കാരണം ഒരു സർക്കാരിനെ വീഴ്ത്തിക്കഴിഞ്ഞാൽ, ഒരു സർക്കാരിനെ ഇന്നെഫക്റ്റീവ് മാക്കി കഴിഞ്ഞാൽ പകരം ഞങ്ങൾക്ക് വരാൻ കഴിയും എന്ന് കെ.സി.ഒ സംഘമോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചു കൊള്ളണമെന്നില്ല. നിയമസഭയിലെ മെമ്പർമാരുടെ പിന്തുണയുണ്ടാവാം, പക്ഷേ ജനങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നത് ഓർക്കേണ്ട ഒരു സത്യമാണ്.